If you wanna be my lover, you have got to give. Taking is too easy, but that's the way it is. You're so tell me what you want. I really wanna see. So here's a story from A to Z. When they get with me, you gotta listen carefully. You got M in the place, you like it, and you think they got you like MC, you like it. Easy B doesn't come for free. She's a real lady, ask for me. I always say, slam your body down and wind it all around. Slam your body down and wind it all around. If you wanna be my lover, you gotta get with my friends. Make it last forever. Friendship never ends. So tell me what you want. I really wanna see. So tell me what you want. ഇതിന്റെ തിൻബിൾഡുള്ള ഏതാ? ഇത് സൗണ്ട്സ് ഓഫ് നേച്ചർ എന്നും പറഞ്ഞ് ഉള്ളയാ. റെയിൻ സിറ്റി, പിന്നെ ഔട്ടർ സ്പേസ് കമ്മ്യൂണിക്കേഷനും കുറച്ചൊരു ഇപ്പോൾ മോർണിംഗ് ഒക്കെ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നെങ്കിൽ മൈൻഡ് ഒന്ന് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല ഇതാന്ന് പറയുന്നവരുണ്ട്. ബോസിന്റെ തന്നെ പ്രീമിയം ക്വാളിറ്റി ഓഡിയോസ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിൽ സബ് വൂഫറും വരുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ട് തന്നെ. ഓവറോൾ 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. ഈ ഒരു സംഭവത്തിൽ നോക്കി കഴിഞ്ഞാൽ ലൈക്ക് ലെയിൻ കീപ്പ് പോലെ വരും അല്ലേ?
അതെ അതെ, അത് ലൈനുള്ള റോഡുകളിൽ മാത്രം. ആ ഒരു സ്റ്റിയറിംഗിന്റെ സിമ്പിൾ അവിടെ ഓൺ ആയിട്ടുണ്ട്. അതിപ്പം വൈറ്റ് ആണ്. വൈറ്റ് ആകുമ്പോൾ എൻഗേജ്ഡ് അല്ല. ലൈനുള്ള റോഡ്സ് നമുക്ക് ഇതിനകത്തൊരു ക്യാം കൂടി വരുന്നുണ്ട്. അതാണ് ഈ അഡാസിന്റെ ഈ പറഞ്ഞ പോലെ നമുക്ക് ലൈൻ ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ പ്രോപ്പർ ലൈനുള്ള റോഡിലും ലൈൻസ് ഉള്ള റോഡിലും മാത്രമേ ഇത് എൻഗേജ്ഡ് ആവുള്ളൂ. ആ സമയത്ത് അത് ഗ്രീൻ ആവും ഓട്ടോമാറ്റിക്. ആ സ്റ്റിയറിംഗിന്റെ സിമ്പിൾ അല്ല, എനിക്ക് നേരത്തെ തന്നെ കറക്റ്റ് ചെയ്യുന്ന പോലെ തോന്നി. അതെ അതെ, കറക്റ്റ് ആവും. അത് ഗ്രീൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് എൻഗേജ്ഡ് ആവും. അതിനുശേഷം ഓട്ടോമാറ്റിക് കറക്ഷൻസും ഉണ്ടാവും. അതെ, നേരത്തെ പറഞ്ഞു മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാം മൊത്തത്തിൽ അഡാസ് ഉൾപ്പെടെ സ്റ്റിയറിംഗ് കറക്ഷൻസ് ആണെങ്കിലും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എല്ലാം നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൈവിട്ട് കഴിഞ്ഞാൽ ചിലപ്പം, കാരണം ഇവിടെ ലൈൻ മാഞ്ഞു പോയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് പച്ചയൊക്കെ ഇങ്ങനെ മിന്നി, ഇടയ്ക്ക് പച്ച മിന്നി. അതാ ഞാൻ അന്നേരം പറഞ്ഞത്. മാഞ്ഞ വരെയാണെങ്കിലും അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇതാവും. ഇപ്പം കൈവിട്ട് കഴിഞ്ഞാൽ തന്നെ. ഓക്കെ, ബ്രേക്കിംഗ് തന്നെ ചെയ്യോ? ബ്രേക്കിംഗ് തന്നെ ചെയ്യത്തില്ല, അഡാസ് ഓഫ് ആണല്ലോ. ഓക്കെ, ഇപ്പൊ ആ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നത് പോയി. ഇനിയിപ്പോ നമ്മള് പിടിച്ചോളാം. വണ്ടിയും കുറ്റം പറയാൻ പറ്റില്ല, ഇവിടുത്തെ റോഡ്സ് എങ്ങനെയാണെന്ന്. ബാക്കി കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യും സംഭവം, എല്ലാം പക്കാണ്. പിന്നെ ഫുള്ളി ലെതറൈറ്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം ആണെങ്കിലും ഡാഷ്ബോർഡ്സ് ഫാബ്രിക്കം ലെതർ ആയിട്ടുള്ള ഫിനിഷിലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ. ഈവൻ ദോ ഡോർ പാനൽസ് ആണെങ്കിലും എല്ലാം തന്നെ. പിന്നെ ഇതിനെയാണെങ്കിലും ഒരു വാട്ടർഫാൾ ഡിസ്പ്ലേ എന്നാണ് കമ്പനി പറയുന്നത്. ഒരു ഫൗണ്ടൻ അല്ലെങ്കിൽ വാട്ടർഫാൾ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ടച്ച് തന്നെ, സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഹൈഡ്രോളിക് ആണോ സ്റ്റിയറിംഗ്? ഹൈഡ്രോളിക് വരുമ്പോൾ കുറച്ചും കൂടെ ഹാർഡ്നെസ്. ഇതെന്താണ് മറ്റേ യൂറിയ ലെവൽ? മറ്റേ നമുക്കിപ്പം BS6 എഞ്ചിൻസ് വരുന്നതിനകത്തെല്ലാം AdBlue അതിന്റെ ലെവൽസ് ആണ്. നമുക്ക് വാണിംഗ് വരുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം കംപ്ലീറ്റ് യൂറിയ ലെവൽ തീരുന്ന ഒരു വണ്ടിക്ക് അതിന്റെ AdBlue സെൻസേഴ്സിനൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓൺ ആവില്ല. ഓക്കെ, ബ്ലൂ ലിങ്ക് മറ്റേ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് 64+ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. വണ്ടി ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ തെഫ്റ്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ എടുക്കാനും എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ പറ്റും.